മലയാളികൾക്ക് അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹോട്ടലിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ നല്ലൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ പകുതി നല്ല കാഴ്ചകളുള്ള ഏരിയ ആണ്. ഞങ്ങൾ ഹറമിലേക്ക് പോവാണ്. എൻ്റെ കൂടെ ഷബീർ ഉസ്താദും ഉണ്ട്, നമ്മുടെ ചെറുവാടി മദ്രസയിലെ സദർ. അപ്പോൾ ഞങ്ങൾ ഹറമിലേക്ക് മഗ്‌രിബ് ജമാഅത്തിന് വേണ്ടി പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ. മാഷാ അല്ലാഹ് ഞാൻ ഒരുപാട് തവണ താമസിച്ച ഒരു ഹോട്ടലാണിത്. ഇവിടെ നല്ലൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ നല്ല സോഫ സെറ്റുകളും നല്ല ചെയറുകളും ഉണ്ട്. പിന്നെ ഇവിടെ നല്ല പച്ച വിരിച്ച പുൽമേട് പോലെ രാത്രി സമയത്തൊക്കെ വിശ്രമിക്കാൻ പറ്റിയൊരു ഏരിയയാണിത്. ഇവിടുന്ന് ഹറമിലേക്ക് ഇറങ്ങാനൊക്കെ നല്ല സുഖമുള്ള സ്ഥലമാണ്. ചുറ്റുഭാഗത്ത് മലകളൊക്കെ തുരന്നിട്ടുള്ള നഫക്കകളുണ്ട്. ചെറിയൊരു പള്ളിയുണ്ട് അക്കരെ. ഈ കുബിരി ഇതൊരു അടയാളമാണ്. നമ്മൾ ഹോട്ടലിലേക്ക് വരാനുള്ളൊരു അടയാളമാണ് ഈ കുബിരി, ഈ പാലം. ഇവിടെ മാഷാ അല്ലാഹ് ഇവിടെ നിസ്കരിക്കുന്ന മുസല്ലുണ്ട്. ഇതൊന്നും ഹറമിൽ ജമാഅത്തുമായിട്ട് കണക്റ്റ് ഉണ്ടാവില്ല. ഹറമിലെ ജമാഅത്തുമായിട്ട് ഇത് കണക്റ്റ് ആവില്ല. കാരണം ഇവർ അങ്ങനെ ധരിച്ചു വെച്ചതാണ്. ഹറമിലെ ജമാഅത്തിൽ പിന്നെ അവിടുത്തെ ഇതിൽ ഇവിടെ നിന്ന് നിസ്കരിച്ചാൽ ഹറമിലെ ജമാഅത്തുമായിട്ട് കണക്റ്റ് ആവും എന്നുള്ളൊരു ധാരണയാണ്. പലപ്പോഴും ഈ സ്വഫ് മുറിഞ്ഞു പോരുന്നത് കൊണ്ട് തന്നെ പൂർണ്ണ അർത്ഥത്തിൽ ആ ജമാഅത്ത് കിട്ടുകയില്ല. നോക്കൂ, ഈ സ്ട്രീറ്റിൻ്റെ പേര് അജിയാദ് സ്ട്രീറ്റാണ്. അജിയാദ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് മിന അസീസിയ ഹജ്ജിൻ്റെ അക്കോമഡേഷൻ, ഹജ്ജിന് സർക്കാർ തലത്തിൽ വരുന്ന ആളുകൾക്ക് ഹജ്ജിന് അക്കോമഡേഷൻ കൊടുക്കുന്ന സ്ഥലമാണ് അസീസിയ. ആ അസീസിയ മിന അസീസിയ റോഡാണിത്. ഇവിടെ ഒരു ഫയർഫോഴ്സ് ഉണ്ട്, ദിഫാഉൽ മദനി എന്ന് പറയും. ഫയർഫോഴ്സ് അതൊരു അടയാളമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ അജിയാദ് സ്ട്രീറ്റിലെ നമ്മുടെ ബിൽഡിങ്ങുകളാണിത്. ഇത് ഉംറക്കാർക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ വളരെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങാണ്. ഡ്രീം സോൺ എന്ന് പറയും. ഇതിലാണ് കഴിഞ്ഞ റമദാനിൽ ഞാനും നമ്മുടെ കേരളത്തിലെ അനുഗ്രഹീത പ്രഭാഷകനായ സിറാജുദ്ദീൻ കാസിമി ഉസ്താദും കഴിഞ്ഞ റമദാനിൽ ഈ ബിൽഡിങ്ങിലാണ് താമസിച്ചത്. ഡ്രീം സോൺ. മാഷാ അല്ലാഹ് ഞങ്ങൾ 40ഓളം വരുന്ന ഉംറ സംഘം വന്നത് കഴിഞ്ഞ ഈ ജൂലൈ 8-നാണ്. ഇൻഷാ അല്ലാഹ് ആ സംഘം വരുന്ന 22-ാം തീയതിയോടുകൂടെ മദീന യാത്ര ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തും. ഈ ഹോട്ടലുകളിലൊക്കെ ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഉണ്ടായിരുന്നു. ഹറമിൽ നിന്ന് വളരെ അടുത്തുള്ള ഹോട്ടലുകളാണ് ഈ കാണുന്നതൊക്കെ. അജിയാദ് സദ് എന്നാണ് പറയുക. അജിയാദ് സദ് എന്നാണ് ഇങ്ങോട്ട് പറയുക. അജിയാദ് സദ്. ഇവിടെ ഇത് ഫാരിസ് അജിയാദ്. ഫാരിസ് അജിയാദ് എന്ന് പറഞ്ഞ ഈ ഹോട്ടൽ കഴിഞ്ഞ ഏകദേശം ഒരു 5-6 മാസങ്ങൾക്ക് റമദാൻ്റെ മുമ്പ് ഞങ്ങളുടെ സംഘം താമസിച്ച ഹോട്ടലാണ്. ഇതിന് പല തവണയായിട്ട് എനിക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനും വലിയുദ്ദീൻ ഫൈസിയും നമ്മുടെ നൂറെ അജ്മീർ ഉസ്താദ് വലിയുദ്ദീൻ ഫൈസി തൊട്ടപ്പുറത്ത് കസർ അജിയാദിലും ഞാൻ ഈ ഹോട്ടലിലും ഫാരിസ് അജിയാദിലും താമസിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 25-ാം തീയതി ഒരു സംഘം വരുന്നുണ്ട്. ആ സംഘത്തിന് ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഫാരിസ് അജിയാദ് ഈ ലൊക്കേഷനിലാണ്. അജിയാദ് സദ് എന്ന് പറയുന്നത് ഇവിടെ ലുലു ഷർക്ക് ഉണ്ട്, ദല്ല അജിയാദ് ഉണ്ട്. ഈ കോർണറിൽ ആദ്യ കാലങ്ങളിലൊക്കെ ഈ കോർണറിൽ ധാരാളം അക്കോമഡേഷൻ കിട്ടുമായിരുന്നു.
കാരണം ഇങ്ങോട്ട് ചെറിയൊരു കയറ്റേ ഉള്ളൂ. പക്ഷേ ഹറമിൽ നിന്ന് ഒരു 500-600 മീറ്റർ ദൂരമേ ഇങ്ങോട്ടുള്ളൂ. ഒരു 500-600 മീറ്റർ ദൂരമേ ഇങ്ങോട്ടുള്ളൂ. ഇത് ജബൽ അബി ഖുബൈസിൻ്റെ ഒരു വേറൊരു ഭാഗമാണ്, കൊട്ടാര റോഡാണിത്. ഇത് രാജാക്കന്മാരുടെ കൊട്ടാരമാണ്. ഹറം വരെ നീണ്ടു കിടക്കുന്ന രാജാക്കന്മാരുടെ കൊട്ടാരമാണിത്. പലപ്പോഴും ഇവിടെ പോലീസ് പട്ടാളത്തിൻ്റെ പിക്കപ്പിംഗ് ഉണ്ടാവും. ഇത് ഒരടയാളമാണ്. ഇതൊരു കോർണറാണ്. ഇവിടെ ഒരു കഫ്തീരിയ ഉണ്ട്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ വാഹത്തുൽ ദിയാഫ, ഔത്താദ് മക്ക, അങ്ങനെ മലയാളികൾക്ക് നിറഞ്ഞ അക്കോമഡേഷനുള്ളൊരു ഭാഗമാണിത്. കഴിഞ്ഞ ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് ഇവിടെ ഒരുപാട് അക്കോമഡേഷൻ കിട്ടിയിട്ടുണ്ട്, വളരെ അടുത്തായിട്ടുള്ള അക്കോമഡേഷൻ. ഇപ്പോൾ അടുത്ത് വരും തോറും ഇന്തോനേഷ്യ പോലെയുള്ള വലിയ ഫണ്ട് കൊടുക്കുന്ന ആളുകൾ മാത്രമാണ് അങ്ങനെ അടുത്ത് കിട്ടുന്നത്. മലയാളികൾക്ക് അടുത്ത് കിട്ടണമെങ്കിൽ 1,00,000 മേലെ അക്കോമഡേഷൻ പാക്കേജ് റേറ്റ് മാറും. അപ്പോൾ ഈ ലൊക്കേഷൻ അൽഹംദുലില്ലാ അതൊരു അടയാളമാണ്. ഈ ചെടി ഇത് നോക്കിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക. നമ്മുടെ നാട്ടിൽ നിന്ന് ഏത് റേറ്റിലും ഏത് പാക്കേജ് റേറ്റ് ഇട്ടാലും ആ പാക്കേജ് റേറ്റിൽ മലയാളികൾക്ക് അക്കോമഡേഷൻ ഇവിടെയാണുള്ളത്. മലയാളികളെ അക്കോമഡേഷനിൽ തന്നെ പല രീതിയിലുള്ള അക്കോമഡേഷൻ ഉണ്ടാവും. ഡയറക്റ്റ് ഫ്ലൈറ്റിൽ വരുന്ന ആളുകളുണ്ട്, കണക്ഷൻ ഫ്ലൈറ്റിൽ വരുന്ന ആളുകളുണ്ട്. ഡയറക്റ്റ് ഫ്ലൈറ്റിൽ വരുന്ന ആളുകളെക്കാൾ കണക്ഷൻ ഫ്ലൈറ്റിൽ വരുന്ന ആളുകൾക്ക് പാക്കേജ് റേറ്റ് കുറച്ചിടാൻ പറ്റും. അതേസമയത്ത് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ വരുമ്പോൾ പാക്കേജ് റേറ്റ് ഉയരും. അതാണ് ഏറ്റവും കൂടുതൽ സൗകര്യം എന്നത്. ഇവിടെ അങ്ങനെ ഒരു മുട്ടായി തെരു പോലത്തെ കുറച്ച് കച്ചവട മാർക്കറ്റാണ്. ഹറമിലേക്ക് ഇനി വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ. ഇതൊരു